എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഈ മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി കുറേ നാളായി പറയുന്നുണ്ട് ഈ ഭരണത്തിൻ്റെ സ്വാദിനെ പറ്റി. അപ്പോൾ ഈ ഭരണത്തിൻ്റെ സ്വാദ് അതനുഭവിക്കുന്ന ആളുകളെ പറ്റി നമുക്ക് ശരിക്കും ബോധമുണ്ടായത് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേക്ക് മുറിച്ചപ്പോഴാണ്. 4ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി കേക്ക് മുറിച്ചിരിക്കുന്നു. കേക്ക് മുറിച്ച് ഏതാനും എൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്കും, പക്ഷേ അത്രയും പേർക്കൊന്നും അല്ല, ഇതിലും ഒരുപാട് പേർക്ക് ഈ കേക്കിൻ്റെ വിഹിതം കിട്ടുന്നുണ്ട്. അത് നമുക്ക് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പാവപ്പെട്ട ജനങ്ങൾക്കല്ല, ഈ അന്തഃപുരത്തിലെ കുറേ ആൾക്കാർക്കാണ് ഈ കേക്കിൻ്റെ ഭൂരിഭാഗവും കിട്ടുന്നത്. ഈ ഭരണത്തിൻ്റെ സ്വാദ് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത കാർട്ടൂണും ഒരു ഭരണത്തിൻ്റെ സ്വാദിനെ പറ്റിയായിരുന്നു. ഈ കരിഞ്ഞ കേക്ക്, ചീഞ്ഞ കേക്ക്, പഴകിയ കേക്ക്, ഈ ദുർഗന്ധം വമിക്കുന്ന കേക്കിൻ്റെ ഒരു കഷ്ണം മുറിച്ച് പാവപ്പെട്ടവരുടെ വായി തിരികുകയാണ് ഇതിനകത്ത് ഈ നമ്മളെ ഇരട്ടച്ചങ്കം ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മധുരമുള്ള കേക്ക്, ഭരണത്തിൻ്റെ സ്വാദ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മധുരമുള്ള കേക്ക് അന്തഃപുരവാസികൾക്ക് മാത്രമേ ഉള്ളൂ. അത് പാവങ്ങൾക്ക് ഈ കേക്കിൻ്റെ മധുരമൊന്നും അനുഭവിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ഒരു പാവം ദളിത് സ്ത്രീയെ പോലീസ് പീഡിപ്പിച്ച വാർത്ത. എന്നിട്ട് നിക്കക്കള്ളി ഇല്ലാതെ തടി തപ്പാനായിട്ട് ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത് മോഹൻ രക്ഷിച്ചു. എന്നിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ട് ഇടപെട്ടു. അത് സർക്കാരിൻ്റെ സ്വതവേയുള്ള ആ ഒരു കാലതാമസം മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് കാലതാമസമൊന്നും ഉണ്ടായില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ ആടിനെ പട്ടിയാക്കാൻ ഇത്രയും ബിരുദനായൊരു മുഖ്യമന്ത്രി വേറെ ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത പരാതി പി ശശി മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആളുകളാണ്. മുഖം നോക്കാതെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞ ആൾ. അവരുടെ ദളിത് സ്നേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചു. അതായത് പൈസ ഉള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാരുടെ അടുത്ത് നിൽക്കുന്നവരുടെ കാര്യങ്ങൾ മാത്രമേ മുഖ്യമന്ത്രിയുടെ ഓഫീസായാലും ഭരണത്തിൻ്റെ ഏത് തലത്തിലായാലും പരിഗണനയുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും യാതൊരു പരിഗണനയില്ല. അപ്പോൾ അവർ കുടിച്ച കയ്പ് നീരാണ് ഈ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരം 100 ദിവസം തികഞ്ഞു. 100 ദിവസം തികഞ്ഞപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ആ സമരത്തിൽ ഞാൻ ഇടപെടുന്ന പ്രശ്നമേ ഇല്ല. അവർ മുമ്പെങ്ങാണ്ട് ഇടപെട്ടപ്പോൾ എന്തോ മോശമായിട്ടുണ്ടായെന്നാണ് പറഞ്ഞത്. ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അവർ 100 ദിവസമായിട്ട് നിരാഹാര സമരം കിടന്നിട്ട് ഇപ്പോൾ ജില്ലകൾ തോറും പര്യടനം നടത്തി അത് ഇവിടുത്തെ തലസ്ഥാനത്ത് തിരിച്ച് എത്താറായി. അപ്പോൾ അവർക്ക് ഈ കേക്കിൻ്റെ മധുരം കിട്ടുന്നുണ്ടോ? ഇല്ല. കേക്കിൻ്റെ മധുരം പോകട്ടെ, ഒരു സാന്ത്വന വർത്തമാനം പോലും അവരുടെ പറയാനോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു പ്രവൃത്തി ചെയ്യാനോ ഈ ഭരണക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവർ ഈ ഭരണത്തിൻ്റെ സ്വാദും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഭൂരിഭാഗം ആൾക്കാർക്ക് ഭരണത്തിൻ്റെ സ്വാദ് കിട്ടുന്നില്ല. എല്ലാവരും ഈ ചവർപ്പ് കടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപ്പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഈ ലൈവ് പൊളിറ്റിക്കൽ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ഉള്ള ഏക ഒരു ചാനൽ ഈ ഹക്കോസ് കാർട്ടൂൺ അക്കാഡമി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിനും അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് എല്ലാവരും സഹകരിക്കണം. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തന്ന് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കാർട്ടൂണിലേക്ക് കടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം.
കാർട്ടൂണിൻ്റെ ഫൈനൽ ആയിട്ടുണ്ട്. ഇതാണ് കാർട്ടൂണിൻ്റെ ഫൈനൽ.